രാഷ്ട്രീയത്തിൽ ജാതി മത സമുദായ സംഘടനകൾ ഇടപെടുന്നത് നമുക്ക് ഒട്ടും അഭിലഷണീയമല്ല എന്ന് അറിയാം. പക്ഷേ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ ജാതി മത സമുദായ ശക്തികൾ നിരന്തരം നിർഭയം ഇടപെട്ടു വരുന്നു എന്നും നമുക്കറിയാം. പലപ്പോഴും പല ഉന്നത സ്ഥാനങ്ങളിലും, അതായത് ഓരോ സ്ഥലത്തേക്ക് ജയിച്ചു വന്നാൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനങ്ങളെ അഭിമുഖീകരിച്ച് വോട്ടുകൾ നേടി വിജയിച്ചു വന്നാൽ പിന്നെ ആ വിജയിച്ചു വരുന്നവരിൽ നിന്ന് ഏറ്റവും താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ചില ആൾക്കാരെ കണ്ടെത്തുന്നത് ഈ ജാതി മത സമുദായ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ കൊച്ചി മേയറെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലാണ് നഗ്നമായ ജാതി മത സമുദായ ഇടപെടൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ UDFന് മികച്ച വിജയം ലഭിച്ച ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. അവിടെ മുൻ തീരുമാനമനുസരിച്ച് വിജയിച്ചു വന്നവരിൽ നിന്ന് നേരത്തെ തന്നെ മേയറാക്കാം എന്ന് കരുതിയിരുന്ന ആളിനെ നിർദാക്ഷിണ്യം വെട്ടിനിരത്തി മറ്റ് ചില ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കൊച്ചി കോർപ്പറേഷൻ കോൺഗ്രസ് നമുക്കറിയാം, ഗ്രൂപ്പുകളും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പുകൾക്കുള്ളിൽ ഗ്രൂപ്പുകളും ഒക്കെ ആയി ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് എല്ലാ കാലത്തും മുന്നോട്ട് പോയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്ന ഒരു പ്രയോഗം പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. നിരന്തരം, അതായത് കെ കരുണാകരൻ എന്ന അതികായനായ ലീഡറുടെ കാലം മുതൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് നിത്യസംഭവമാണ്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാറശാല മുതൽ മഞ്ചേശ്വരം വരെ കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് വഴക്ക് സുവിദിതമാണ്, പ്രശസ്തമാണ്. അത് പ്രശസ്തമാണ് എന്ന് പറഞ്ഞാൽ പോരാ, കുപ്രശസ്തമാണ് എന്ന് തന്നെ പറയണം. എന്തായാലും അത്തരത്തിൽ ഗ്രൂപ്പുകൾ കളിപ്പിച്ചും മുന്നോട്ട് പോയ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് സമാനതകളില്ലാത്ത പരാജയത്തെ നേരിട്ട് അതിൻ്റെ പടുകുഴിയിൽ ചെന്ന് പതിച്ചതാണ്. ഒടുവിൽ ഒരു ശാപമോക്ഷം പോലെ ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജീവൻ വയ്ക്കുകയും അത് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിന് അവർ നന്ദി പറയേണ്ടത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോടാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അദ്ദേഹത്തിന്റെ മഹത്തരമായ 10 വർഷത്തെ ഭരണം ചത്തുപോയ കോൺഗ്രസിനെ, നിർജീവമായ കോൺഗ്രസിനെ, ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വഴിപ്പെട്ട് തമ്മിലടിച്ച് ചതഞ്ഞരഞ്ഞുപോയ കോൺഗ്രസിനെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു, തിരികെ കൊണ്ടുവന്നിരിക്കുന്നു, ജീവൻ വയ്പ്പിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും അങ്ങനെയൊക്കെ വിജയിച്ചു വന്ന കോൺഗ്രസിന് ഇതാ കൊച്ചി മേയർ ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരം. അവിടെ വളരെ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അനുഗ്രഹാശസ്സുകളോട് കൂടി അദ്ദേഹത്തിന്റെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് തലമുതിർന്ന അഖിലേന്ത്യാ നേതാവ് എന്ന് തന്നെ പറയാം, മഹിളാ കോൺഗ്രസിന്റെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖം ദീപ്തി മേരി വർഗീസ് എന്ന ആ ചെറുപ്പക്കാരി കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലധികമായിട്ട്, ഏതാണ്ട് 3 പതിറ്റാണ്ടായിട്ട് KSU മുതൽ പ്രവർത്തിച്ചു വരുന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന തലയെടുപ്പുള്ള ഒരു നേതാവാണ് ദീപ്തി മേരി വർഗീസ്. ആ ദീപ്തി മേരി വർഗീസിനെ ആണ് കൊച്ചി മേയറായിട്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിച്ചതെന്നും എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പിൻവലിഞ്ഞിരിക്കുന്നു എന്നുമാണ് ആക്ഷേപവും ആരോപണവും ഉയരുന്നത്. ദീപ്തി മേരി വർഗീസ് ആകട്ടെ ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ KPCC
പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് നൽകിയെന്നും ചില പരാതികൾ നൽകിയെന്നും ഒക്കെയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷെ കോൺഗ്രസിനുള്ളിൽ വലിയ ഗ്രൂപ്പ് പോര് നടക്കുകയാണ്, ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമാണ്. എന്താണെങ്കിലും ശരി, ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയർ പദവി കിട്ടില്ല എന്ന് ഏതാണ്ട് വ്യക്തമാണ്. പകരം KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ഐ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ദീപ്തി മേരി വർഗീസ്. അവരെ മെട്രോപൊളിറ്റൻ ചെയർപേഴ്സൺ MPCയുടെ ചെയർപേഴ്സൺ ആക്കണമെന്ന് നേതൃത്വം ഉറപ്പു നൽകിയതായും പറയപ്പെടുന്നു. എന്താണ് അതിന്റെ വാസ്തവം എന്നറിയില്ല. പക്ഷേ ദീപ്തി മേരി വർഗീസ് അനുനയ നീക്കങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല എന്നാണ് അറിയുന്നത്. പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ VD സതീശന്റെ തട്ടകമാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊച്ചി മേയർ ആരായിരിക്കണം എന്നതിനെ ചൊല്ലി അദ്ദേഹത്തിന് ചില സങ്കല്പങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ AI ഗ്രൂപ്പ് പോരുകൾക്ക് ഇടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോയ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ കൃത്യമായിട്ടും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും പ്രാപ്തിയും കഴിവും ഒക്കെ അടിസ്ഥാനമാക്കി ഒരാളെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് അവർ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അതിന് ഇടങ്കോലിട്ടത് കൊച്ചിയിലെ ലത്തീൻ സഭയാണ് എന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ AI ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് പങ്കുവയ്ക്കണം എന്നാണ് കോൺഗ്രസിനുള്ളിലെ ധാരണ എന്നും പറയപ്പെടുന്നു. ആദ്യ 2.5 വർഷം ഐ ഗ്രൂപ്പിന്റെ VK മിനിമോൾ മേയറാകും. ഇവർ ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരും ഒരു ലത്തീൻ ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചവരുമാണ്. അതാണ് അവിടെ മതേതര സ്ഥാനാർത്ഥിയായി അവരെ പരിഗണിക്കാൻ കാരണമെന്നും പറയുന്നു. ഇക്കാലയളവിൽ A ഗ്രൂപ്പിന്റെ ദീപക് ജോയി ഡെപ്യൂട്ടി മേയറാകും. തുടർന്ന് A ഗ്രൂപ്പിലെ ഷൈനി മാത്യു മേയറും ഐ ഗ്രൂപ്പിലെ KVP കൃഷ്ണകുമാർ ഡെപ്യൂട്ടി മേയറുമാകും. മാരത്തോൺ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് ഈ തീരുമാനം എന്നാണ് അറിയുന്നത്. ഈ മേയർ സ്ഥാനത്തേക്ക് വേണ്ടി ലത്തീൻ സഭ പിടിമുറുക്കിയതാണ് ഓർത്തഡോക്സുകാരിയായ അല്ലെങ്കിൽ മാർത്തോമക്കാരിയായ ദീപ്തി മേരി വർഗീസിന് തിരിച്ചടിയായത് എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മിനിമോൾ. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ് ഷൈനി മാത്യു. കോൺഗ്രസ് കൗൺസിലർമാരിൽ അധികവും A ഗ്രൂപ്പിനൊപ്പമുള്ളവരാണ്. ഈ സാഹചര്യത്തിൽ സഭയ്ക്ക് താല്പര്യക്കുറവുള്ള ദീപ്തിയെ മേയറാക്കുന്നത് അപകടം ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. കാരണം വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളും വിജയിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ UDF എറണാകുളം ജില്ലയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ലത്തീൻ സഭയെ പിന്തുണയ്ക്കാൻ തയ്യാറാകില്ല. അവരുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ വിചാരിച്ചതുപോലെ അവിടെ വിജയിച്ച് കയറാൻ സാധിക്കില്ല. അതുമാത്രമല്ല, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലും ഒരു നിർണായക ശക്തിയാണ് ലത്തീൻ സഭ. അതുകൊണ്ട് ലത്തീൻ സഭയെ വെല്ലുവിളിക്കാനുള്ള ആരോഗ്യം ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്ന് നമുക്കറിയാം. ആ ലത്തീൻ സഭയുടെ നോമിനിയായ MP-യും MLA-മാരും ഒക്കെ ചേർന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി. അതാണ് ദീപ്തി മേരി വർഗീസിന് തിരിച്ചടിയായത് എന്നും മനസ്സിലാക്കുന്നു. ഇത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടത്തി രഹസ്യ വോട്ടെടുപ്പ് നടത്താനൊക്കെ ഇരുന്നതാണ് കോൺഗ്രസ്. പക്ഷെ അതൊന്നും നടത്താതെ വളരെ ഏകപക്ഷീയമായിട്ട് 2 ടേമുകൾ 2 പേർക്കായിട്ട് AI ഗ്രൂപ്പുകൾക്ക് വേണ്ടി വീതം വെച്ച് പരസ്പരം മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് എറണാകുളം DCC പോയിരിക്കുകയാണ്. അത് ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കോൺഗ്രസിൽ കൊണ്ടുവരും, അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭാവിയിലെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും മാർത്തോമക്കാരിയായ ദീപ്തി മേരി വർഗീസ് ഡൽഹി വരെ എത്തി പ്രവർത്തിച്ചിട്ടും AICC-യിലടക്കം എത്തിയിട്ടും അവർക്ക് പരിഗണന കിട്ടിയില്ല എന്നുള്ളത് ഒരു വലിയ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അസ്വാരസ്യങ്ങൾ പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്.
കോൺഗ്രസിന് ഈ ഗ്രൂപ്പ് പോര്, ഈ ജാതി മത സമുദായ സംഘടനകളുടെ പിൻവിളി അല്ലെങ്കിൽ അവരുടെ ഒരു പിൻസീറ്റ് ഡ്രൈവിങ് കോൺഗ്രസിനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പറയാൻ കഴിയും. അതിന് പ്രത്യേകിച്ച് കബഡിയൊന്നും നിരത്തി നോക്കണ്ട, പാഴൂർ പടിപ്പുര വരെ പോവുകയും വേണ്ട. കോൺഗ്രസ് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അത് അവർക്ക് വലിയ തിരിച്ചടി നൽകുമെന്ന് ഇപ്പോഴേ മനസ്സിലാക്കിയാൽ കോൺഗ്രസിന് നല്ലത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നല്ലത്.